ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറെ ദിവസമായിട്ട് ചക്കപ്പണിയൊക്കെ തുടങ്ങിയ പിന്നെ ആർക്കും ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. കിടക്കുമ്പോഴൊക്കെ ഒരു സമയമാവും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കാം വൈകിട്ടത്തെ ഫുഡ്. എന്നതാ ഉണ്ടാക്കുന്നേ? അത് മന്തി ഉണ്ടാക്കാം. ഒത്തിരി നാളായിട്ട് നീ മന്തി ഉണ്ടാക്കാന്ന് പറയുന്ന. കഴിഞ്ഞ തവണ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇന്നുണ്ടാക്കാം. അപ്പം മന്തി ഉണ്ടാക്കുന്നുണ്ട്. ആ മന്തി എങ്ങനെ മന്തി ഉണ്ടാക്കുന്നേ? ആദ്യം നമ്മള് ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാ ഞാൻ ചിക്കൻ വാങ്ങിച്ചെന്നറിയപ്പോ മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വലിയ ചിക്കനായിട്ട് അങ്ങനെ കിട്ടിയില്ല, ഇതിങ്ങനെ വെട്ടിപ്പോയി. അപ്പൊ അങ്ങനത്തെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ്, പച്ചമുളക് കീറിയത്, ഇനി സവോളയും കൂടെ അരിയണം. ഇതിപ്പം ഇതെല്ലാം കൂടെ റെഡിയാക്കി വരുമ്പോഴത്തേക്കിന് പോയി അവര് നിന്നെ മന്തി ആക്കുമോന്ന് അറിയാം. അതെ അതെ. എന്നാ പെട്ടെന്ന് എല്ലാം അരിഞ്ഞ് പെറുക്കി കൂട്ടി റെഡിയാക്കുക. അവരിപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. കുഞ്ഞി ഇന്ന് എന്നോടേ 2 ദിവസം മുമ്പ് തൊട്ട് പറയാം നമുക്ക് ശനിയാഴ്ച മന്തി കഴിക്കാൻ പോകാന്നേ. സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാം. അതെ, എന്നാണെങ്കിലും കുഞ്ഞി ഇന്ന് മന്തി കഴിച്ചിട്ടേ ഉള്ളൂ. അതെ. അപ്പൊ ഇന്ന് കുഞ്ഞി സ്പെഷ്യൽ മന്തിയാണോ? അതെ അതെ അതെ. കുഞ്ഞി കഴിച്ചില്ലേലും വേണ്ടിയല്ലേ നമുക്ക് ഉണ്ടാക്കി തരൂ. എന്നാ പെട്ടെന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിക്കേ. നീ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഇന്ന് പോകാൻ സമയം കിട്ടത്തില്ലായിരിക്കും. ശനിയാഴ്ചയല്ലേ, ശനിയാഴ്ച സമയം കിട്ടത്തില്ല. സാരമില്ല, ഞായറാഴ്ച പോവാം. അതെ അതെ. അപ്പൊ ഇന്ന് കഴിച്ചല്ലോ, ഇനി എങ്ങനെ നാളെ പോകും? ഇത് ഹോം മെയ്ഡ് അല്ലേ, അതല്ലേ നല്ലത്. അതിനൊരു ഒറിജിനൽ ടേസ്റ്റ് വരത്തില്ല. ആണോ? അങ്ങനെ തന്നെ ഉണ്ടാക്കി തന്നാ മതി. അത് പറ്റത്തില്ല ഞങ്ങൾക്ക്. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും ഹോം മെയ്ഡാ ഇഷ്ടം. അല്ല, ഞങ്ങള് കടയിലെ മന്തി കഴിച്ചിട്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഏതാ ഒറിജിനൽ എന്ന്. നോക്കാം. ഓഹോ, ഇന്ന് അച്ചമ്മച്ചി അസിസ്റ്റന്റ് ആണോ? അതെ. കുഞ്ഞിക്ക് ഇതാ സന്തോഷം. ഇതാകുമ്പോ കുഞ്ഞിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാലോ. എപ്പോഴും മുട്ട പൊരിച്ച് ചോറ് കഴിക്കാം അല്ലേ കുഞ്ഞി? അതെ. ഇടിച്ചു പൊട്ടിച്ചു വെച്ചു. റെഡിയാക്കി. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം വെറുതെ വെക്കണം, മാരിനേറ്റ് ചെയ്യണം ചിക്കൻ. അതിന് എണ്ണ ഒന്നും ഒഴിക്കണ്ട. ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മന്തിയാവോ ചമ്മന്തിയാവോ കുഞ്ഞി? ബെസ്റ്റ്. അതെ. തെളിവുണ്ട് അതിനകത്ത്. ഓർമ്മയൊക്കെ പോയി, വയസ്സായി. അതെ അതെ അതെ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പ്രായം ചെല്ലുന്നില്ല, എപ്പോഴും പണി ചെയ്യുമ്പോ മാത്രം പ്രായമില്ല. അത് ഇതിനൊന്നും പേരറിയത്തില്ല, രണ്ട് പൂവും കായും സ്റ്റാറും ഒക്കെ ഉണ്ട്. അതെ, സ്പൈസസ് ആണെന്നറിയാം, പേരൊന്നും അറിയത്തില്ല. ഇതുണ്ടോ ഇല ഉണങ്ങിയത്, പിന്നെ ഒരു കഷ്ണം, പിന്നെ സ്റ്റാർ, പിന്നെ ഏലക്ക പൊടിച്ചത്. ഇത് ഈ സ്റ്റാറിന്റെ തന്നെ പീസാടാ? ഇതിന്റെ പേരെന്നാ? ഇലയുടെ ബേ ലീഫ്. ഇതിന്റെ പേരെന്നാ? അതെ, പേരൊന്നും അറിയത്തില്ല. ഈ സാധനത്തിന്റെ പേരെന്നാ? സ്റ്റാറിന്റെ പേരെന്നാ? തക്കോലം. മറ്റേ കറുവാപ്പട്ട. മതി, ഏലക്ക ഒത്തിരി ഇടണ്ട. അതെ, ഇത്ര മതി. ഞാൻ ഓർത്തോണ്ട് അകത്തെ ഇതിന്റെ കളർ കണ്ടോ, എന്നാ നല്ല കളറാ അല്ലേ? നല്ല കളറ്, സൂപ്പർ കളറ്. അപ്പൊ നമുക്ക് എടുത്ത സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാകും. തീ കത്തിക്കണ്ടേ ഷെഫേ? അല്ലല്ല, മാരിനേറ്റ് ചെയ്യാനല്ലേ, അപ്പൊ വേണ്ട. ഇനി നമുക്ക് അരിഞ്ഞ സവോള, പേര് മറന്നു വരുന്നു, സവോള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഉപ്പ് എന്തേരം ഇടണം കുഞ്ഞി? അളവൊന്നും അറിയില്ല, അമ്മ കിട്ടോ? മതിയായിരിക്കും, അതിന് ഉപ്പുള്ളതല്ലേ. മാഗി ക്യൂബിന് അത്യാവശ്യമുള്ള. പിന്നെ നമ്മുടെ മന്തിക്കകത്തിരുന്ന് ഈ കടയിൽ കിട്ടുന്ന മാഗി ക്യൂബ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതെ.
അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ടോ. അമ്മ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്തു കേട്ടോ. ഒഴിക്കട്ടെ? ഉം. മതിയായിരിക്കും അല്ലേ? അല്ല ആ മതി 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 മതി. ഓയിലിന്റെ ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇളക്കി ഒരു 10 മിനിറ്റ് വെക്കാം. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഫുഡൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ ആഞ്ഞു പിടിച്ച് പരിപാടിയൊന്നും ഒരുത്തൻ. നീ എന്താ പരിപാടി? മന്തി. മന്തി. ഞാൻ ബാക്കി ചിക്കൻ അവൻ കുറച്ച് തന്നായിരുന്നു, അത് കറി വെക്കുക. ആണോ? അപ്പൊ എന്നാണെങ്കിലും ചിക്കൻ കിട്ടിയോണ്ടാന്ന് തോന്നുന്നു മുഖത്തൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇരുന്ന് 10 മിനിറ്റ് ഇരുന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ കത്തിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ എന്റെ ഒരു സംശയം, അതിൽ എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ ഒഴിച്ചല്ലോ നമ്മള്. ഓ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചല്ലേ? മറന്നുപോയല്ലേ? മറന്നുപോയി. കിളി പോയിരിക്കുവാടേ. നമുക്കിനി തിരിച്ചും മറിച്ചു വിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അത് അതിന്റെ വെള്ളം ഇറങ്ങി ഒന്ന് വെന്ത് വരണ്ടേ? അല്ല, അപ്പൊ ഇതിന് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നേ? അതെ അതെ, സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നേ. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചു വിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എല്ലാം പെറുക്കി വേറൊരു പാത്രത്തിലോട്ട് വെക്കണം. അതാണ് നമ്മുടെ അടുത്ത ജോലി. ഈ ചിക്കൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് പുകയെല്ലാം ഒന്ന് പോട്ടെ, അല്ലെങ്കിൽ കൈ പൊള്ളിയിരിക്കും. നമ്മുടെ ചിക്കൻ്റെ ഈ ബാക്കി വന്ന് ഈ സ്റ്റോക്കൊക്കെ കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. എന്നാ അരിയാമ്മ? എൻ്റെ പേരെന്നാ? ജീരകശാല. ജീരകശാല. അതിൻ്റെ ആ ചിക്കൻ വെന്ത ഇതിൻ്റെ അകത്തോട്ട് സ്റ്റോക്കിൻ്റെ അതെ അരി വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മള്. അതെങ്ങനെയാന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം 5 ഗ്ലാസ് അരിക്ക് 5 കപ്പിനകത്ത് വെള്ളമൊക്കെ എടുത്തു വെച്ചില്ലേ? ആ മന്തിക്കായിരുന്നോ? എന്തിനോ നീ അങ്ങനെ എടുത്തു വെച്ചു. നീ ഇപ്പൊ എത്ര ഗ്ലാസ് അരി എടുത്ത? 2. ഇപ്പൊ വെള്ളം എത്ര ഒഴിക്കുന്നേ? വെള്ളം അരിനെക്കാട്ടില് ഒരു 1/2 ഇഞ്ച് പൊങ്ങി കിടക്കണം. അങ്ങനല്ല, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതൊന്നും അറിയത്തില്ല, 1/2 ഇഞ്ച് പൊങ്ങി കിടക്കണമെന്നറിയാം. ആ വെള്ളം അതിൽ ഒഴിച്ചോടാ. അതെ അതെ അതെ. എന്നാ വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് വെള്ളം വേണം. അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മൂടി വെക്കാം. ഞങ്ങക്ക് വിശക്കുന്നു. എന്തായാലും നേരം അമ്മ വെക്കണ്ടേ? എല്ലാവർക്കും തിന്നണ്ടേ? നല്ലപോലൊക്കെ ഉണ്ടാക്കൂ. അതെ അതെ അതെ, ഉണ്ടാക്കിയിട്ട് തിന്നാൻ നേരം വന്നാ മതി. അറിയാവോടാ? ആഹാ, നോയിക്ക്. നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ. അതൊക്കെ വേണ്ടത്. ഓർത്ത് വരുന്നതേ. അതെ, ഉണങ്ങിയ നാരങ്ങയല്ലേ ഇടും? ഉണങ്ങിയ നാരങ്ങായി ഇടണം. ഇത് വേവിക്കാൻ നേരം അരിഞ്ഞിടണം. ഉണങ്ങിയ നാരങ്ങ നമ്മുടെ ഇല്ല, അതുകൊണ്ടാണ് ഇടാതെ. ഇത് വല്ലേലും ഇടണ്ടതാ. അതിനകത്ത് കിടന്ന് ഉണങ്ങട്ടെ. നമ്മുടെ അരിയൊക്കെ വെച്ച് അതൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ടേ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. അയ്യോ, തെറിച്ചു പോയി. ഇല്ല, കണ്ണി വീണില്ല. അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതില് തേക്കൂ. കുറച്ചുകൂടി നാരങ്ങ. അതെ അതെ, നാരങ്ങ കുറച്ചുകൂടെ വേണം. നാരങ്ങ ഇനിയും വേണം. നാരങ്ങ ഇനിയും വേണം. അതങ്ങ് ഒത്തില്ല നാരങ്ങ. ഒരു ചെറിയ നാരങ്ങയും കൂടെ പിഴി. കുഞ്ഞു നാരങ്ങ. നമുക്ക് ഇത് മൊത്തം ഇനി ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഓരോന്നോരോന്നായിട്ട് തേച്ച് പിടിപ്പിച്ചോ. അത് മൊത്തം ഇതിലോട്ട് ഇടാം. എന്നിട്ട് നമ്മുടെ പാനില് എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ അങ്ങോട്ടിട്ട് കരിയണം. കരിയുന്ന ആൾക്കാർ കരിക്കാതിരിക്കാൻ നോക്കുന്നത്. പക്ഷെ മന്തിക്ക് കരിഞ്ഞൊരു ടെക്സ്ചർ ആ ഒരു ഇത് അങ്ങനെ അതിന് പിടിച്ചിരിക്കില്ല. അങ്ങനെ ഇരിക്കുവോ? ഇരിക്കും. ചിക്കൻ തിന്ന് നമ്മള് മന്തി തിന്നിട്ട് നമുക്ക് എനിക്ക് സംശയം. ഓരോരുത്തർ കിടക്കാൻ തുടങ്ങി. ആകെ 10 മണിയേ ആയുള്ളൂ. ഇന്നലെയൊക്കെ എപ്പോഴാ കിടന്നേ? അതുകൊണ്ടാണ് ഇന്ന് ഇച്ചിരി നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചത്. അതൊന്നും നടക്കുക. നാളെ
അല്ല അങ്ങനെ എന്തോ പറയാൻ വന്നതാ, ഞാൻ മറന്നുപോയി. ആ നാളെ ഇരുന്ന് ഫുള്ള് ബാക്കി ചെയ്താലേ നാളെ ഇനി കുറെ ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സൺഡേ ഹോളിഡേ. ഹോളിഡേ ഓണം കഴിയുന്ന ഒരു ഹോളിഡേ ഇല്ല കേട്ടോ. അതൊക്കെ പണ്ട്. ഇനി വർക്കിംഗ് ഡേ. ആ ഇനി വർക്കിംഗ് ഡേ ഫുൾ വർക്ക്. അപ്പൊ എല്ലാം പറഞ്ഞല്ലോ കേട്ടോ. അതെ അതെ അതെ. ഉം. ഇപ്പൊ നമ്മുടെ റൈസ് എല്ലാം സെറ്റായി വന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചിക്കനും നല്ല ഇത് കണ്ടോ, ഇങ്ങനെ കരിഞ്ഞ ഒരു ടെക്സ്ചറായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അത് പെറുക്കി പെറുക്കി അതിന്റെ മണ്ടയിലിട്ട് വെച്ച് കൊടുക്കാം. ഓരോ സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങാതെ ഇങ്ങനെ. കുഞ്ഞി ഇന്ന് ഗസ്റ്റ് വന്നുകൊണ്ടാണോ കുഞ്ഞി? അതെ അതെ. ആണോ ഇതൊക്കെ ഉണ്ടാക്കിയേ? ആ എന്നിട്ട് ചോദിച്ചാലോ എന്നാ എങ്ങനെ ഉണ്ടെന്ന്? ചോദിച്ചോ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ, അഭിപ്രായം പറഞ്ഞോട്ടെ. ചിക്കന്റെ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടനും അനിയൻ നല്ല ഉത്സാഹം കേട്ടോ ഉണ്ടാക്കാനും ഒക്കെ. എന്റെ കൈ ഇപ്പൊ പൊള്ളിപ്പോയാന്. മുട്ടയാണെങ്കിലും കുഴപ്പമില്ല. ആ അച്ചാച്ചന് വേണ്ടിട്ട് കുഞ്ഞിന്ന് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നില്ലേ മന്തി? ചേട്ടൻ നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നല്ലേ? അച്ചാച്ചൻ ഞങ്ങളെ സഹായിക്കാൻ വന്നതാ. ഞങ്ങള് വിളിച്ചു വരുത്തിയതാ അച്ചാച്ചനെ ചക്ക വറുക്കാൻ. ഞങ്ങള് രണ്ടുപേരും കൂടി ഇരുന്നാലേ തീരുവല്ല, അതുകൊണ്ട് ഞങ്ങള് പിന്നെ അച്ചാച്ചനെ കൂടെ വിളിച്ച്. ആണോ? അച്ചാച്ചൻ അവിടെ ആണ്ട് ചുമ്മാ ഇരിക്കുമല്ലേ, പിന്നെ ഇവിടെ വരുമ്പോ പണി കൊടുക്കാം. അത് കൊള്ളാം. എനിക്ക് പണി തരാൻ പറ്റുക. എങ്ങനെയുണ്ട് ചേച്ചാ മോള്? എങ്ങനെയുണ്ട് കുഞ്ഞിയുടെ മന്തി? കുഞ്ഞിമന്തി എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. കുഴപ്പമില്ലേ ചേച്ചാ? സുഖമില്ലല്ലോ. ചേച്ചൻ നിന്നെ എന്നാ പറഞ്ഞേ? മന്തി ആ കുഴിമന്തിയാണോ കരമന്തിയാണോ? അത് കരയിലുണ്ടാക്കിയ കുഴിമന്തി. കുഴിമന്തി. ആ കുഴിമന്തി. ഇനി ഞാൻ കഴിക്കാം. വിളമ്പൂ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുഞ്ഞിയുടെ മന്തി. എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറ. കൊള്ളാവോ? താങ്ക് യു. താങ്ക് യു കേൾക്കാനായിട്ടായി ഉണ്ടാക്കുന്നത്. കൊള്ളാന്ന് പറയണം. കൊള്ളാന്ന് പറഞ്ഞാൽ നീ പോകുമ്പോ എനിക്കറിയാം ഉണ്ടാൻ കൊള്ളിയാലെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ലല്ലേ? അതെ, എന്നാലും കുഞ്ഞിക്ക് അറിയാലോ നല്ലതാന്നല്ലോ കുഞ്ഞി. അതെ എനിക്കിഷ്ടമാണല്ലോ. അതെ, കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടാ മതിയല്ലോ പിന്നെ. അതെ. കോപ്പി ആ വാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എടുത്തു കഴിഞ്ഞപ്പോഴേ ആ. എല്ലാവർക്കും എടുത്തു കഴിഞ്ഞപ്പോ അവനവനോട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 3 കഷ്ണം എടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ചിക്കൻ കൂടുതൽ 3 കഷ്ണം എടുക്കത്തുള്ളൂ. ശരി, അവനിന്നേ ഇത് ചിക്കൻ ഉള്ളത് കൊണ്ട് ഓംലേറ്റ് പഠിച്ചില്ല, ഷേക്ക് പഠിച്ചില്ല. ചിക്കൻ കൂടുതൽ കഴിക്കും. എത്ര ഗ്രാം ആടാ? 50 ഗ്രാം. 50 ഗ്രാം ഇത് നമുക്ക് ഇച്ചിരി എടുക്കായിരുന്നല്ലേ ചേച്ചാ? നമ്മളല്ലേ പണിത് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.